മഴ ശക്തമായതോടെ മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. ഇതോടെ തമിഴ്നാട് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതേസമയം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗവും മുന്നറിയിപ്പ് നൽകി. തമിഴ്നാട്ടിൽ കനത്ത മഴ പെയ്യുന്നു. നിലവിൽ 48 മണിക്കൂറിനുള്ളിൽ സെൻയാർ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ എത്തുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. നിലവിൽ നിരവധി മരണങ്ങളും തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തു. തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, നാഗപട്ടണം, മയിലാടുതുറ, തിരുവാരൂർ, പുതുക്കോട്ട, തഞ്ചാവൂർ ജില്ലകളിലാണ് നിലവിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം തന്നെയാണ് തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും തിരുനെൽവേലി, തെങ്കാശി ജില്ലകളിൽ കനത്ത മഴയാണ് പെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. കടലൂർ ചിദംബരത്ത് ദമ്പതികൾ ഉൾപ്പെടെ 3 പേരും തൂത്തുക്കുടിയിൽ ഒരാളുമാണ് ഷോക്കേറ്റ് മരിച്ചത്. മാത്രമല്ല, തിരുനെൽവേലി ജില്ലയിലെ താമനഭരണി നദിയിൽ ജലനിരപ്പ് ഉയർന്നു. അതുമായി ബന്ധപ്പെട്ട് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആയതിനാൽ തന്നെ 29, 30 തീയതികളിലും ചെന്നൈയിലും സമീപ ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം 48 മണിക്കൂറിൽ സെൻയാർ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുമെന്നാണ് റിപ്പോർട്ട്. മലാക്ക കടലിടുക്കിനും തെക്കൻ ആൻഡമാൻ കടലിടുക്കിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തിയേറിയ ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച 24 മണിക്കൂറിൽ തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമാകുമെന്നും റിപ്പോർട്ടുണ്ട്. കൂടാതെ തമിഴ്നാട്ടിൽ കനത്ത മഴ പെയ്തതോടുകൂടി ആശങ്കയിലാണ് മുല്ലപ്പെരിയാർ ഡാമും ഇതുമായി ബന്ധപ്പെട്ട വൃഷ്ടിപ്രദേശങ്ങളും. കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തത്. ആയതിനാൽ ജലനിരപ്പ് 140 അടിയിലെത്തി. ജലനിരപ്പ് ഇനിയും ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് 1ാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തമിഴ്നാട്. 3 അടിയോളം വെള്ളമാണ് 2 ദിവസത്തിനിടയിൽ അണക്കെട്ടിൽ ഉയർന്നതെന്നാണ് കണക്ക്. അണക്കെട്ടിൽ നിലവിൽ റൂൾ കർവ് പ്രകാരം തമിഴ്നാടിന് 142 അടി വരെ വെള്ളം സംഭരിക്കാനാകും. അണക്കെട്ടിലേക്ക് 4000 ഘടനയടി വെള്ളം ഒഴുകിയെത്തുന്നുണ്ടെന്നാണ് കണക്ക്. സെക്കൻഡിൽ 698 ഘടനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. പരമാവധി 71 അടി സംഭരണശേഷിയുള്ള വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് 61 അടിയായെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.